നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ വർഷത്തെ കാർത്തിക നക്ഷത്രക്കാരുടെ വിഷുഫലം എന്താണെന്നൊന്ന് പരിശോധിച്ച് നോക്കാം. മീനശനി മിഥുന വ്യാഴം 1201 ആണ്ട് മേടമാസം 1 തീയതി ഉദയാദി 5:47 വിനാഴികയ്ക്ക് ചതയ നക്ഷത്രവും കൃഷ്ണപക്ഷ ദ്വാദശി തിഥിയും പന്നിക്കരണവും ശുഭ്രനാമ ചന്ദ്രാർക്ക യോഗവും കൂടിയ ദിവസം കുംഭക്കൂറിൽ ഇടവലഗ്നത്തിൽ ജരഭൂതോദയത്തിലാണ് ഈ വർഷത്തെ വിഷു സംക്രമം വരുന്നത്. ഈ വർഷത്തെ ശൂര ഷഡ്കങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് ആദ്യശൽക്കമായതിനാൽ നല്ല ദൈവാധീനമുള്ള ഒരു വർഷമാണ്. അതുകൊണ്ട് തന്നെ സർവാഭീഷ്ട കാര്യങ്ങൾക്കും യോഗമുള്ള സമയമാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കാനായിട്ട് കഴിയുന്ന സമയമാണ്. ഇപ്പോൾ കാലാകാലങ്ങളിൽ മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന നടക്കാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ്. എന്നാലും ആയവ്യയം ചിന്തിക്കുന്ന സമയത്ത് എത്ര രൂപയാണോ വരുമാനം അത്ര രൂപ തന്നെ ചിലവും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ചിലവ് നിയന്ത്രിക്കാൻ കഴിയാതെ ഇരിക്കുക എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്. അപ്പോൾ ചിലവും തുല്യമായിരിക്കുന്ന ഒരു വർഷമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ വരുമാനം ത്തിനനുസരിച്ച് ചിലവ് നിയന്ത്രിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വർഷമായിട്ടാണ് കാണുന്നത്. ചാരവശാൽ ജൂൺ മാസം വരെ നല്ല ദൈവാധീനമുണ്ട്. കാരണം 2-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. എല്ലാ രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളും ഈ സമയത്ത് അനുഭവിക്കാനായിട്ട് സാധിക്കും. സാമ്പത്തികമായ നല്ല നേട്ടങ്ങൾക്ക് യോഗമുണ്ട്. അതുപോലെ തന്നെ കർമ്മസംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ്. വിദേശയാത്രയ്ക്ക് യോഗമുണ്ട്. ഭവനസുഖം അനുഭവിക്കാനുള്ള യോഗമുള്ള ഒരു വർഷം കൂടിയാണ്. എന്നാലും ജൂൺ മാസം കഴിഞ്ഞാൽ അപജയസ്ഥാനത്തേക്ക് വ്യാഴം മാറും. നല്ല സഹായങ്ങളൊക്കെ അതിനുശേഷം കിട്ടാനായിട്ട് യോഗമുണ്ട്. എങ്കിൽ പോലും ദൈവാധീനക്കുറവിൻ്റേതായിരിക്കുന്ന ഒരു പ്രശ്നം ചാരവശാൽ വരും. അപ്പോൾ വിഷുഫലപ്രകാരം ദൈവാധീനം നല്ല രീതിയിൽ അനുഭവിക്കാൻ യോഗമുള്ളൊരു വർഷമാണെങ്കിലും ചാരവശാൽ 3-ൽ വ്യാഴം നിൽക്കുന്നത് കാരണമുണ്ട് നല്ല സഹായങ്ങൾ കിട്ടാനുള്ള യോഗമുള്ളൊരു സമയമാണ്. സഹോദര ഗുണം പോലെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയമാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ 3-ൽ അപജയസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുന്നു എന്ന് പറയുന്നൊരു കാര്യമുള്ളത് കാരണം കൊണ്ട് അത്ര അനുകൂലമായിരിക്കുന്ന ഒരു ഗുണഫലം പറയാൻ വയ്യ. അപ്പോൾ അത് കാരണം കൊണ്ട് വീട് വിട്ട് നിൽക്കേണ്ടി വരിക. തൊഴിലുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമാണ്. ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് വിദേശയാത്രയ്ക്ക് യോഗമുള്ളൊരു വർഷമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ മെയ് ജൂൺ മാസങ്ങളിൽ ഗുരുശുക്ര യോഗത്തിൻ്റേതായിരിക്കുന്ന ഒരു പ്രത്യേക ഗുണമുള്ളത് കാരണം കൊണ്ട് ദിവ്യധാരോ മഹാധനി എന്ന് പറയുന്നൊരു യോഗം വരും. അത് കാരണം കൊണ്ട് വിവാഹ വിഷയത്തിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട്. അതേപോലെ തന്നെ കുടുംബക്കാരുമായി നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ചിലവ് നിയന്ത്രിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലവ് വർദ്ധിക്കാനും വരുമാനം എത്രയാണോ അതിനനുസരിച്ച് ചിലവ് വർദ്ധിക്കാനുള്ള യോഗമുണ്ട്. മാത്രമല്ല തൊഴിലിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ മുടക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സമയം കൂടിയാണ്. അപ്പോൾ നാഗപൂജയൊക്കെ ഈ വർഷത്തിൽ തുടർന്ന് ചെയ്താൽ വളരെ അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.